നമസ്കാരം. കക്കാട് ശ്രീപുരുഷമംഗലം ക്ഷേത്രത്തിലെ ധനു 1 മുതലുള്ള വിശ്വരൂപ ദർശന മഹോത്സവത്തെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. അപ്പോൾ അതിൽ മറ്റ് വിശ്വരൂപ ദർശനം, ദധ്യനം തുടങ്ങിയ വഴിപാടുകൾ കൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ആദികൂർമ്മ പൂജ. ആദികൂർമ്മ പൂജ എന്ന് പറഞ്ഞാൽ കൂർമാവതാരം എന്നുള്ള ഭഗവാന്റെ 10 അവതാരങ്ങളിലെ കൂർമാവതാരം എന്നുള്ള, കൂർമ്മം എന്ന് വെച്ചാൽ ആമ, കൂർമാവതാരം എന്നുള്ള ആ ഭാഗവത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, അതിനെ സിംബോളൈസ് ചെയ്തുകൊണ്ട് നമുക്കൊക്കെ അനുഭവത്തിൽ വരുത്താൻ വേണ്ടി ആ ധർമ്മത്തിനെ, ആ ഭഗവാന്റെ ആ ധർമ്മത്തിനെ നമുക്ക് അനുഭവത്തിൽ വരുത്തുന്ന ഒരു സന്ദർഭമാണ് ഈ ആദികൂർമ്മ പൂജ. ധനുമാസത്തിലെ ക്ഷേത്രത്തിൽ ഇത് നടക്കുന്നുണ്ട്. ഇത് നടക്കുന്നത് ക്ഷേത്രക്കുളത്തിൽ ഇടക്കാലത്ത് പ്രത്യക്ഷപ്പെട്ട ആമ, സ്വർണ്ണ നിറത്തിലുള്ള ആമയുടെ ദർശനം ചിലർക്കൊക്കെ കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ ഇത് ഈ ആദികൂർമ്മ പൂജയിൽ പങ്കെടുക്കുമ്പോൾ ധർമ്മത്തിലേക്ക്, അധർമ്മമാകുന്ന സാഗരത്തിലുള്ള ഭൂമിയെ ധർമ്മത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ആ ഭഗവാനെ സ്മരിക്കുകയും ധാർമ്മികമായ ജീവിതവും ധാർമ്മികമായ ഉത്കർഷയും നമുക്ക് പ്രാപ്തമാക്കുന്ന ഒരു ആചരണമാണ്, ഒരു പൂജയാണ് ആദികൂർമ്മ പൂജ. അത് ഈ ധനുമാസം 1 തീയതി മുതൽ 18 തീയതി വരെയുള്ള സമയങ്ങളിൽ ക്ഷേത്രത്തിൽ മുൻകൂട്ടി അറിയിച്ച് ഭക്തജനങ്ങൾക്ക് നടത്താവുന്നതാണ്.